നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുടെ അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികം വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. പോലീസിന് അന്വേഷണം വളരെ വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ആത്മഹത്യ ചെയ്തത് അത് ദിവ്യയുടെ ആ സമയത്തുള്ള വിമർശനം കൊണ്ടാണ്. അദ്ദേഹത്തിനെ കൈക്കൂലിക്കാരനായിട്ട് ചിത്രീകരിച്ചു. അദ്ദേഹം ഇവിടം വിട്ട് പുതിയ സ്ഥലത്ത് ചെല്ലുമ്പം ഇവിടെ കാണിച്ച ആ രീതിയിലുള്ള പ്രവർത്തനമൊന്നും അവിടെ നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ വ്രണപ്പെടുത്തി. നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് കാരണമെന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം ആ ഒരു സംഭവം ആണെങ്കിൽ അത് മാത്രമാണ്, ആത്മഹത്യ മാത്രമാണ് ഈ സംഭവത്തിൻ്റെ പിന്നിലെന്നും അത് ദിവ്യയുടെ പ്രേരണ കൊണ്ടാണ്, അല്ലെ അവരുടെ വിമർശനം കൊണ്ടാണ്, അതുകൊണ്ടാണ് ആത്മഹത്യ, ആ വേദന കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് കരുതുന്നതെങ്കിൽ അതിനകത്ത് 306 IPC പ്രകാരമുള്ള അല്ലെങ്കിൽ 108 BNS പ്രകാരമുള്ള കുറ്റം തന്നെയാണ്. അവരെ മാത്രം പ്രതി ചേർത്ത് ഈ കേസ് കുറ്റച്ചാർജ് പോലീസിന് കൊടുക്കാം. അതേസമയത്ത് 3 പേരുടെ റോള് അവിടുത്തെ കളക്ടർ, അതേസമയത്ത് പ്രശാന്ത്, ഗംഗാധരൻ. പ്രശാന്തും ഗംഗാധരനും അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ഭാഗത്ത് നിൽക്കുന്നവരാണ്. അവരും ഒരു പ്രേരക ശക്തിയാണ് ആത്മഹത്യക്ക് കാരണക്കാരൻ. അതേസമയത്ത് കളക്ടർ മൗനം പാലിച്ച് ആ പ്രസംഗം ശ്രവിച്ച് ആസ്വദിച്ചിരുന്നത് നമ്മൾ കണ്ടു. ഒരു ഇൻഡയറക്റ്റ് വേയിൽ അദ്ദേഹത്തിനെ തൻ്റെ കീഴിലുള്ള ADMനെ വേദനിപ്പിച്ചപ്പോൾ ഇൻ്റർഫിയർ ചെയ്യാതെ മനഃപൂർവ്വം ഇരുന്നത് അദ്ദേഹവും ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ പക്ഷമാണെന്ന് ഉറപ്പായി. ഇനി പോലീസ് ഇതിനകത്ത് 120B ഗൂഢാലോചന ചേർക്കണം. അത് വെച്ച് താമസിപ്പിക്കരുത്. 61(2) BNS നിയമം അനുസരിച്ച് ഗൂഢാലോചന കൂടെ ചേർക്കണം. അതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. പോലീസ് അതിനകത്തുനിന്ന് മാറാൻ കഴിയില്ല. ഇദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ആ ആത്മഹത്യക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഉണ്ണിയുടെ ഭാഗത്തു നിന്നും, അത് ഏകദേശം തലകുക്കി സമ്മതിച്ച അവിടുത്തെ കളക്ടറുടെ ഭാഗത്തു നിന്നും കളവായി ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു മൊഴി ഇദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്നുള്ള രീതിയിൽ വിജിലൻസിൽ കൊണ്ടുപോയി കൊടുത്തു പ്രശാന്ത്. അപ്പോൾ ആ പ്രശാന്തും ഒരു കുറ്റക്കാരൻ തന്നെ. ഇദ്ദേഹം കൈക്കൂലി കൊടുത്തില്ലെങ്കിലും അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണ് എന്ന് ഗംഗാധരനും പറഞ്ഞു വെച്ചു. കൈക്കൂലി വാങ്ങിച്ചതിന് ഒരു കേസില്ലാതെ വരിക, കൈക്കൂലി വാങ്ങിച്ചതിന് എവിഡൻസ് ഇല്ലാതെ വരിക, കൈക്കൂലി വാങ്ങിച്ച 1 ലക്ഷം രൂപ അതവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാതെ വരിക, ഇതൊക്കെയാണെങ്കിൽ ഈ 3 പേരും തീർച്ചയായിട്ടും പ്രതികളായി വന്നേ പറ്റുള്ളൂ 120Bയിൽ. അപ്പം 306 അല്ലെങ്കിൽ 108 BNSും 61(2) BNSും പ്രകാരം പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം തീർക്കാം. പക്ഷേ ADMൻ്റെ ഭാര്യയ്ക്കും അവരുടെ വീട്ടുകാർക്കും അവിടെയുള്ള നാട്ടുകാർക്കും പോലീസിൻ്റെ ഈ അന്വേഷണത്തോട് എതിർപ്പുണ്ട്. അതൊരു ആത്മഹത്യയല്ല എന്നുവരെ ആൾക്കാർക്ക് തോന്നിയ ചില സംശയങ്ങളുണ്ട്. അത് ഇതുവരെ പോലീസ് ദൂരീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ കെട്ടിത്തൂക്കിയോ അതോ അദ്ദേഹം സ്വയം തൂങ്ങിയോ ആ കാര്യത്തിലൊരു തീരുമാനം ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്ററുടെ അന്വേഷണത്തിൻ്റെ മികവ് കൊണ്ടും ഒരു തീരുമാനത്തിലെത്തിയേ പറ്റുള്ളൂ. അതിനെ വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. തെറ്റായാലും ശരിയായാലും ഒരു തീരുമാനം അവർ ആ ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തേ പറ്റുള്ളൂ. ഏകദേശം 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവം കഴിഞ്ഞിട്ട്. 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുക്കേണ്ട സമയമായി. 306 ചാർജ് കൊടുക്കട്ടെ. അതിന് പോലീസ് കൃത്യമായിട്ട് സാക്ഷികളെ ഉണ്ടാകണം. അത് പാർട്ടിക്കാരെ ഇൻട്രസ്റ്റുള്ള സാക്ഷികളെ ആക്കരുത്. അത് കൃത്യമായി ഈ കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയാവുന്ന, അതേ ആത്മഹത്യയുള്ള കാരണക്കാരാരാണ് എന്നറിയാവുന്ന
അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ, നാട്ടുകാർ, അദ്ദേഹത്തിൻ്റെ അവിടുത്തെയുള്ള വിശ്വസ്തർ, സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്തവർ, അവരെയൊക്കെ പോലീസ് കണ്ടെത്തണം. അതുകൊണ്ട് ഇനി അത് വച്ച് നീട്ടരുത്. കാരണം അവരിപ്പോൾ ജാമ്യത്തിൽ പോയി, അവരുടേതായ ചില വിഷമതകളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഭർത്താവുണ്ട്, അവർക്ക് മക്കളുണ്ട്, മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഇതിനകത്ത് അവരുടെ ഭാഗത്തുണ്ട്. അതവർ വരുത്തി വെച്ചതല്ലേ എന്ന് പറയേണ്ടി വരും. അവർ ഇദ്ദേഹത്തിനെ വിമർശിക്കാൻ പാടില്ലായിരുന്നു ഈ രീതിയിൽ. ഒരു സാധാരണ കഠിന ഹൃദയമുള്ള പലർക്കും അത് ചിലപ്പം താങ്ങാമായിരിക്കാം. പക്ഷേ ഇദ്ദേഹം അവിടെ തന്നെ ജോലി ചെയ്ത ആളാണ്, സൗമ്യനാണ്. അതിനു മുമ്പ് അദ്ദേഹം കാസർഗോഡ് ജോലി ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും ADMനെ, അനിൽ ബാബുവിനെ അറിയാം. അപ്പോൾ അദ്ദേഹത്തോട് ഇത്ര കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ വേദനപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഈ അന്വേഷണം ഇനി വലിച്ച് നീട്ടരുത്. കാരണം CBIയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിയോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൈക്കോടതിയിൽ ഡിഫെൻഡ് ചെയ്യണം കേരള പോലീസ്. പക്ഷേ ഇനി ഇതിന് താമസം പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെപ്പോഴും ഈ കേസിൻ്റെ അന്വേഷണം കൺക്ലൂഡ് ചെയ്യണം. അത് ഇനി വലിച്ചു നീട്ടേണ്ട ഒരു രാഷ്ട്രീയപരമായി ചിന്തിച്ചാലും ആരെങ്കിലും ആ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയാലും അതൊന്നും വകവെക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥരും അവിടുത്തെ SPയും ആ അന്വേഷണ ടീമും അത് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കൺക്ലൂഡ് ചെയ്യുന്നെങ്കിൽ 306 മാത്രം നിൽക്കില്ല, 120B കൂടെ വരും. ആരെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരു ജീവൻ പൊലിഞ്ഞു പോയി. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും അനാഥരായി എന്നുള്ള ഉറപ്പല്ലേ. അതുപോലെ തന്നെ ആ ആരോപണം ഉന്നയിച്ച ആ ദിവ്യ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും അവർക്ക് മാനസിക സംഘർഷം ഉണ്ടാകാം. എങ്കിലും അവരോടൊപ്പം ചേർന്ന് നിന്ന 3 പേരൂടെ ഉണ്ട്. ആ 4 പേരുടെ പേരിൽ 120B തീർച്ചയായിട്ടും അത് നിലനിൽക്കും. അതുകൂടെ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം. പത്രക്കാർക്ക് എതിരായി ചില വാക്കുകൾ അവർ പറഞ്ഞതായിട്ട് കേട്ടു. പത്രക്കാർ 4th എസ്റ്റേറ്റിലുള്ളവരാണ്. അവരവരുടെ ധർമ്മം നിർവഹിക്കും. അവരാരും കളിയാക്കുകയോ ചീത്ത വിളിക്കുകയോ ഒന്നുമല്ല. വസ്തുതകൾ വെളിയിലോട്ട് അവർ പറയും. അത് ഇൻ്റർവ്യൂ നടത്തും. അത് അവരുടെ പത്രങ്ങളിലും അവരുടെ ചാനലുകളിലും അവരുടെ യൂട്യൂബുകളിലൊക്കെ അത് അവർ എഴുതി ചേർക്കും. അതൊരു കുറ്റമായിട്ടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതിപ്പം സമൂഹത്തിൽ അതിന് മുഴുവൻ ഇപ്പം സോഷ്യൽ മീഡിയ ഇവിടെ പറന്ന് പരക്കുകയാണ്. അതിനകത്തൊരു വ്യക്തിയെ മനഃപൂർവ്വം നിഗ്രഹിക്കുകയോ അവരെ അവഹേളിക്കുകയോ ചീത്ത വിളിക്കുകയോ അവരെപ്പറ്റി മോശമായ പരാമർശങ്ങൾ നടത്തുകയോ ചെയ്താൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ദിവ്യയ്ക്ക് അവകാശമുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പത്രത്തിലും ദിവ്യ പ്രതിയാണെന്നല്ലാതെ അതിലപ്പുറം പറഞ്ഞതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട്. അവരെ വേദനപ്പെടുത്തിയ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അവർക്ക് കേസ് കൊടുക്കാം. പക്ഷേ ജനറലി ഒരു പത്രക്കാരും ഇവിടുത്തെ മീഡിയ, പ്രിൻ്റ് മീഡിയയും ചാനലുകാരും ആരും ഒന്നും അവരെ വേദനിപ്പിക്കപ്പെടുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ നമ്മളാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. പല സമയത്ത് അവരെ മനഃപൂർവ്വം അവരെ കരിതേച്ച് കാണിക്കുകയും അവരെ വേദനപ്പെടുത്തുകയും അവരോട് വളരെ മോശമായ രീതിയിൽ പദപ്രയോഗം നടത്തിയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് ചിലപ്പോൾ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ഭൂരിപക്ഷം നമ്മൾ കണ്ടിരിക്കുന്നത് അത് അവരുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി പറയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ആ പ്രസംഗം കൊണ്ട് മാത്രമാണ്. അത് ഡിജിറ്റൽ എവിഡൻസാണ്. അത് ആൾക്കാർ ഉണ്ടാക്കിയതല്ല, അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ്. അത് അതേപടി മീഡിയ അത് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ളത് അത് വെളിയിലേക്ക് വിട്ടു എന്നല്ലാതെ അതിലപ്പുറത്ത് മീഡിയക്കാരും ഒന്നും ചെയ്തായിട്ട് എനിക്കറിവില്ല. അതേസമയത്ത് പത്രക്കാരും പ്രിൻ്റ് മീഡിയയും ആരും ഒന്നും ചെയ്തായിട്ടൊന്നും കഴിയുന്നില്ല. പക്ഷേ ചില ആൾക്കാർ അവരുടെ സംസ്കാരക്കുറവ് കണ്ട് ചില യൂട്യൂബുകളിലൊക്കെ വളരെ മോശം പദപ്രയോഗം ഉപയോഗിച്ച് അവരെ നിഗ്രഹിച്ചിട്ടുണ്ട്, അവരെ വാക്കുകൊണ്ട് അടിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് കേസ് നിൽക്കുക. അല്ലാതെ ജനറലായിട്ട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതൊന്നും കേസിൽ നിലനിൽക്കത്തില്ല. അങ്ങനെ കേസ് കൊടുത്താൽ പോലീസ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാനും പാടില്ല. കോടതി അത് എൻ്റർടൈൻ ചെയ്യുമെന്ന് തോന്നുന്നുമില്ല.